മീൻ വറ്റിച്ചത്. ആവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ മീൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, ഒരു 7-8 അല്ലി ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്, വേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം കായം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, കുടംപുളി പുളിക്ക് ആവശ്യത്തിന്, പിന്നെ കറിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും വെള്ളവും ആവശ്യത്തിന് ഉപ്പും. ഈ കറിയിൽ ആദ്യം തന്നെ നമ്മൾ ചുവന്നുള്ളിയും ഇഞ്ചിയും പിന്നെ വേപ്പിൻ്റെ ഇലയും മസാല എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും. നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൺചട്ടിയിൽ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. നമുക്ക് ആദ്യം തന്നെ ചീഞ്ഞട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. മൺചട്ടിയിലാകുമ്പോൾ നമുക്കിതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചീഞ്ഞട്ടിയിലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഉലുവ ഇടാം. ഉലുവ ഒന്ന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വേപ്പിൻ്റെ ഇല ഇടാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, കായം കൂടി ഇടാം. ഇനി ചുവന്നുള്ളി നന്നായിട്ട് മൊരിയുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറി കുറച്ച് നല്ല എരിവുള്ളൊരു കറിയാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ചുവന്നുള്ളി ചേർക്കാം. സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരപ്പ് വരും. ഇപ്പോൾ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ കറിയുടെ ചുവന്നുള്ളി മുളകും നന്നായിട്ട് മൊരിക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മഞ്ഞൾപ്പൊടിയുടെ കുത്ത് പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ തീ എപ്പോഴും നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ചെറു തീയിലിട്ടിട്ട് ഈ മുളകിനെ നന്നായിട്ട് മൊരിയിക്കണം. തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളകിലേക്ക് പുക കയറി പിടിച്ചിട്ട് കറിയുടെ ടേസ്റ്റ് മാറും. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് മുളകിന് നന്നായിട്ട് മൊരിയിക്കണം. മുളക് നന്നായിട്ട് മൊരിയുമ്പോൾ നമ്മൾ ശരിക്കും ചുമയ്ക്കണം. എന്നാലേ ആ കറിയുടെ മുളക് ശരിക്കും മൊരിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ. മുളക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ അധികം നേരം ചട്ടിയിൽ വെക്കരുത്. ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഇത് പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഈ കറിയിൽ കുറച്ചും കൂടി എണ്ണ ബാക്കിയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. നമുക്ക് ആവശ്യത്തിന് ഈ വെള്ളവും കൂടി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് പകർത്താം.
ആദ്യം തന്നെ നമുക്ക് ഈ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അരപ്പെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ ജാറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജാറിനെ ഒന്ന് അടച്ചിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. ഈ വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാം. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇപ്പോൾ കറിയിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കാം. കുറച്ച് ഉപ്പിടാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കറി തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഇടാം. മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ കുടംപുളിയുടെ ഉള്ളിൽ നിന്ന് പുളിയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും. ഗ്രേവി മീനിൻ്റെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മീൻ വേവിക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പ് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഈ കറി നമ്മൾ വേപ്പിൻ്റെ ഇലയ്ക്ക് ഇട്ടിട്ട് കപ്പ പുഴുങ്ങിയിട്ട് ആ കപ്പയിൽ മുക്കി കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.